മലയാളത്തിലെ ഏറ്റവും നല്ല സാഹിത്യകൃതിക്കുള്ള 18ാമത് മലയാറ്റൂർ അവാർഡ് പ്രഖ്യാപിച്ചു. ശബരിഗിരി എഡ്യൂക്കേഷണൽ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. മലയാറ്റൂർ അവാർഡ് സമർപ്പണവും ഉദ്ഘാടനവും കെ ജയകുമാർ IAS നിർവഹിച്ചു. അദ്ദേഹത്തെ നമുക്കിപ്പോഴും എന്ന് തോന്നുന്നതാണ്. അദ്ദേഹത്തോട് അടുപ്പമുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു വികാരം ഞങ്ങൾക്ക് അങ്ങേ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും സജീവമായ സാന്നിധ്യമായിരുന്നു മലയാറ്റൂർ സാർ. അതിനെപ്പറ്റിയെല്ലാം മുണക്കൂർ സാർ പറയും. സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ സൂക്ഷ്മതലങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മമായ വശങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ളതിലേക്ക് ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇനമെന്നുള്ള നിലയ്ക്ക് മലയാറ്റൂരിന് അനുസ്മരണ ഭാഷണം അദ്ദേഹം നടത്തും. അതാണ് ഈ ചടങ്ങിൻ്റെ ഒരു ധന്യത. ജോർജ് ഓണക്കൂർ മലയാറ്റൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഓരോ വർഷവും കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച ഏറ്റവും നല്ല മലയാള കൃതികളുടെ രചയിതാവിന് മലയാറ്റൂർ അവാർഡും 25,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും, ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്ക് മലയാറ്റൂർ പ്രൈസും 1,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും നൽകുന്നതാണ്. ഇവിടെ 3 വ്യക്തികൾ ഇന്ന് ആദരിക്കപ്പെട്ടു. സാധാരണ 2 ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങളൊരു പ്രത്യേകത, ഡോക്ടർ രാജഗോപാലിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാണാതിരിക്കാൻ സാധിക്കാത്ത തരത്തിൽ ധവളാഭയോടുകൂടി അത് ഈ സമൂഹത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാലും അത് തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ പ്രവർത്തനത്തിന്റെ ധവളിമ എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാനും അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൊടുക്കാനും എല്ലാം സാധിക്കുന്ന ഏതൊരു സന്ദർഭവും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ 2 സന്തോഷ് കുമാറിന്റെ അവാർഡ് അവിടെ നിൽക്കട്ടെ, ബാക്കി 2 അവാർഡുകളിലും ഇതിന്റെ ജൂറി എന്നുള്ള നിലയ്ക്ക് ഞാനതിനകത്ത് അംഗമായിരുന്നെങ്കിലും ഞാൻ ഒരു നിഷ്പക്ഷനായ ജൂറി അല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഈ വർഷത്തെ മലയാറ്റൂർ അവാർഡ് തപോമയ്യുടെ അച്ഛൻ എന്ന നോവലിന് സന്തോഷ് കുമാറിന് ലഭിച്ചു. മലയാറ്റൂർ പ്രൈസ് ആനന്ദലീല എന്ന നോവലിന് സലിൽ മാങ്കുഴിക്കും ലഭിച്ചു. മലയാറ്റൂർ പ്രത്യേക ജൂറി പുരസ്കാരം MR രാജഗോപാലിനും ലഭിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.